ട്രജക്ടറി നമുക്ക് ഒരൊറ്റ മണ്ഡലത്തിലേക്ക് കാണാൻ പറ്റും. അതായത് 2014 മുതൽ ഒരിടത്തും ഈ UDF-ഉമായിട്ടോ LDF-ന്റെ ലൈനുമായിട്ടോ ക്രോസ് ചെയ്യുന്നില്ല. ആകെ ഒരേ ഒരിടത്തെ മാത്രമേ ക്രോസ് ചെയ്യുന്നുള്ളൂ. അത് 2021-ലാണ്. അസാധാരണ സാഹചര്യമാണ്. അവിടെ കെ മുരളീധരൻ മത്സരിക്കാൻ വരുന്നു, ഇത്തവണ ശബരിനാഥൻ മത്സരിക്കാൻ വരുന്നു. ബാക്കിയെല്ലാം ഉയർന്നു നിൽക്കുന്ന മണ്ഡലമാണ്. യഥാർത്ഥത്തിൽ നിയമമണ്ഡലം ഒരു BJP NDA കോൺസ്റ്റിറ്റ്യുവൻസിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. 12 വർഷമായി ഒരിക്കൽ മാത്രം NDAക്ക് കാലിടറി കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ. അതുകൊണ്ട് തന്നെ ഇക്കുറി NDA അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത കൂടുതലല്ലേ? പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുമ്പോൾ 22,000 വോട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന് നിയമം ലീഡ് കൊടുത്തത്. ഉറപ്പായും BJPക്ക് വലിയ കംഫർട്ടബിൾ ആയിട്ടുള്ള മെജോറിറ്റി ഉറപ്പുള്ളൊരു മണ്ഡലമാണ് നിലവിൽ തന്നെ. അതായത് ഫലം വരുന്നതിന് മുൻപേ തന്നെ BJP അത്രയ്ക്ക് ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ് നേമം എന്ന് പറയുന്നത്. നേമം എന്ന് പറയുന്ന മണ്ഡലം ആണ് BJP വിജയിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോക്കേണ്ടത് നേമം മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നും തന്നെ BJP വോട്ട് മറിയാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് BJP വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ അതിപ്പോൾ നേമമുണ്ട്, കഴക്കൂട്ടമുണ്ട്, വട്ടിയൂർക്കാവുണ്ട്. വട്ടിയൂർക്കാവിൽ പ്രത്യേക സാഹചര്യമാണ് ഇത്തവണ. അതുപോലെ മഞ്ചേശ്വരം, അതുപോലെ ചാത്തന്നൂർ. ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ ചാത്തന്നൂർ ഇത്തവണ എന്ത് സംഭവിക്കും എന്നതിൽ എനിക്ക് വലിയ കൗതുകമുണ്ട്. BJP ഒരു പക്ഷേ വലിയ വിജയപ്രതീക്ഷ വെക്കുന്നില്ലെങ്കിൽ പോലും അവിടെ ഒരു പക്ഷേ ഒരു അട്ടിമറി സാധ്യത BJP കണക്കാക്കുന്നുമുണ്ട്. ഏതായാലും ഇത്തവണ BJP എടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം നേമത്ത് ഇതിനകം തന്നെ രാജീവ് ചന്ദ്രശേഖരനെ ലോക്സഭയിലേക്ക് വിജയിപ്പിച്ച ജനങ്ങളാണ് നേമത്തുള്ളത്. അവിടെ ശബരിനാഥൻ എത്ര നായർ വോട്ട് പിടിക്കുന്നു, അത് എത്ര വോട്ട് പിടിക്കുന്നു എന്നൊരു ഫാക്ടർ തന്നെയായിരിക്കും. അപ്പോൾ അവിടെ സാധാരണയൊക്കെ തന്നെ നമ്മൾ പറയുമല്ലോ, വിജയ സാധ്യത BJPക്ക് അനുകൂലമാവുകയാണെങ്കിൽ BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടി LDF UDF വോട്ടുകൾ പരസ്പരം മറിയാനുള്ളൊരു സാധ്യത, ആ സാധ്യത പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേമത്ത് കാണില്ല എന്നതാണ്.